നടി അവിടെ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള തെളിവുകളാണ് ഇനി പരിശോധിക്കേണ്ടത്. യുവനടി അവിടെ താമസിച്ചിട്ടില്ല, അതുകൊണ്ട് അത് രജിസ്റ്ററിൽ ഉണ്ടാവുക സാധ്യമല്ല. പക്ഷേ സാക്ഷികൾ ഉണ്ടാകാം. ഇപ്പോൾ TV പ്രസാദുള്ള വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ അന്വേഷണ സംഘം രജിസ്റ്റർ പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയിരിക്കുന്നു. പ്രസാദ്, ചോദിക്കുമ്പോൾ കൃത്യമായ മറുപടി നൽകിയില്ല അല്ലേ? അതുതന്നെയാണ് സ്മൃതി. പരിശോധന ഇവിടെ തുടങ്ങിക്കഴിഞ്ഞു. ആദ്യഘട്ട പരിശോധന പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുമ്പ് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചത് കണ്ടോൺമെൻറ്റ് ACP സ്റ്റുവർട്ട് കില്ലറാണ്. കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഈ മസ്കറ്റ് ഹോട്ടൽ നിൽക്കുന്നത്. ഇവിടെ നിന്ന് ആ പോലീസ് സംഘം 2 വാഹനങ്ങളിലായി എത്തി. ആദ്യ സംഘം നമ്മൾ വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇറങ്ങി. രണ്ടാമത്തെ പോലീസ് സംഘമാണ് ഇറങ്ങുന്നത് കണ്ടത്. ഒരു ടീം കൂടി അകത്തുണ്ട് എന്നാണ് സ്റ്റുവർട്ട് കില്ലർ അല്പസമയം മുമ്പ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇനിയും പരിശോധന തുടരുന്നുണ്ടാകും. കൃത്യമായ ആകെയുള്ള എവിഡൻസ് ഇതാണ്. അതായത് ഈ യുവനടി പറയുന്ന സമയത്ത് പറയുന്ന തീയതിയിൽ സിദ്ദിഖ് ഇവിടെ താമസിച്ചിരുന്നോ എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ രേഖകൾ ഉൾപ്പെടെ പരിശോധിക്കുക എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായ തെളിവ്. അല്പസമയത്തിനകം തന്നെ അതിലൊരു സ്ഥിരീകരണം നമുക്ക് പ്രേക്ഷകരെ അറിയിക്കാൻ കഴിയും. സിദ്ദിഖ് യുവനടി പറയുന്ന ദിവസം ഇവിടെ താമസിച്ചിരുന്നുവെങ്കിൽ ആ ഡേറ്റിൽ ആ രജിസ്റ്ററിൽ കണ്ടെത്തിയിരുന്നോ, പോലീസ് സംഘം കണ്ടെത്തിയിരുന്നോ എന്നുള്ളതാണ്. വളരെ എളുപ്പമുള്ള നടപടിക്രമമാണ്. അതാണിപ്പോൾ പോലീസ് പൂർത്തിയാക്കിയിരിക്കുന്നത്. നമുക്ക് അല്പസമയത്തിനകം തന്നെ അതിലൊരു സ്ഥിരീകരണം ഉണ്ടാക്കാനും കഴിയും. ഇതിലുള്ള മറ്റ് തെളിവുകൾ കണ്ടെത്തുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് CCTV വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമായതുകൊണ്ട് തന്നെ CCTV കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. 2 CDR ടെലിഫോൺ കോൾ ഡീറ്റെയിൽസ് റെക്കോർഡ് CDR കിട്ടാനുള്ള സാധ്യതയില്ല. നിലവിലെ നിയമമനുസരിച്ച് 2 വർഷം മാത്രമേ ടെലികോം ദാതാക്കൾക്ക് ഇത് സൂക്ഷിച്ചു വയ്ക്കേണ്ട ബാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് കിട്ടാനുള്ള സാധ്യതയും കുറവാണ്. എങ്കിൽ ആദ്യത്തെ കാര്യം യുവനടി പറയുന്ന സമയത്ത് പറയുന്ന ഡേറ്റിൽ സിദ്ദിഖ് ഇവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളതാണ്. തുടർന്നാണ് മറ്റ് സാക്ഷി വിസ്താരങ്ങളിലേക്കും മറ്റ് നടപടികളിലേക്കും മറ്റ് തെളിവെടുപ്പിലേക്കും കടക്കേണ്ടത്. അതായത് പ്രാഥമികമായ നടപടി എന്ന നിലയിലാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ മസ്കറ്റ് ഹോട്ടലിൽ പരിശോധന നടത്തിയത്. ആദ്യഘട്ട പരിശോധന പൂർത്തിയായി കഴിഞ്ഞു. അതിൻ്റെ വിവരം അല്പസമയത്തിനകം തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നമുക്ക് അറിയാം എന്നാണ് തെളിവുകൾ ലഭിച്ചിരിക്കുന്നു അന്വേഷണ സംഘത്തിന് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. 2016 സിദ്ദിഖ് ഈ നടി പറഞ്ഞ ദിവസം അവിടെ താമസിച്ചിട്ടുണ്ട്. നടിയെ കണ്ടു എന്നുള്ള കാര്യം സിദ്ദിഖും നിഷേധിക്കുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. പക്ഷെ അതുകൂടാതെ നടി പറഞ്ഞ ഒരു കാര്യം, അവിടെ ഹോട്ടൽ ജീവനക്കാരികളോട് സിദ്ദിഖ് മോശമായി പെരുമാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ ജീവനക്കാരികൾ അവിടെ ഇപ്പോഴും തുടരുന്നുണ്ടോ എന്നടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ അതൊരു പ്രധാനപ്പെട്ട നിർണായകമായ സാക്ഷിമൊഴികളാകും. അതിക്രൂരമായ പീഡനം താൻ നേരിട്ടു എന്നാണ്. ഇത് പുറത്തു പറഞ്ഞാൽ നശിപ്പിച്ചു കളയുമെന്ന ഭീഷണിപ്പെടുത്തിയെന്നും നടി മൊഴിയിൽ പറയുന്നുണ്ട്. പീഡനത്തിന് ശേഷമുള്ള സമ്മർദ്ദം താങ്ങാവുന്നതിലധികമായിരുന്നു. വിഷാദത്തിന്റെ വക്കിലേക്ക് പോയി. ഏറെ നാളെടുത്താണ് അതിജീവിച്ചത് എന്നതടക്കം മ്യൂസിയം പോലീസിന് നൽകിയ മൊഴിയിൽ ഉണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. യുവനടിയുടെ വൈദ്യപരിശോധന ഇന്നലെ നടത്തിയിരുന്നു. ഇന്നിപ്പോൾ രഹസ്യമൊഴി എടുക്കാൻ പോകുന്നു. തിരുവനന്തപുരത്തെ കോടതിയിൽ വനിതാ മജിസ്ട്രേറ്റിന് മുന്നിൽ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ പോകുന്നു. പ്രസാദ്, ഇപ്പോൾ CCTV CDR തെളിവുകൾ ഇല്ല ഈ കേസിൽ എന്നാണോ ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സൂചന? സ്മൃതി, അതിലുള്ള ഒരു പ്രശ്നം, അന്വേഷണ സംഘം അതിൽ സ്ഥിരീകരണം നടത്തിയിട്ടില്ല. സാധാരണഗതിയിൽ CCTV സൂക്ഷിച്ചു വയ്ക്കുന്നത് പരമാവധി 1 വർഷമാണ് സാധാരണ. മറ്റ് ചില പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമാണ് 3-4 വർഷങ്ങൾ അത് സൂക്ഷിച്ചു വയ്ക്കാനുള്ള കപ്പാസിറ്റി ഈ CCTVയുടെ സംവിധാനത്തിന് ഉണ്ടാകുന്നത്. മാത്രമല്ല CDRനെ സംബന്ധിച്ച് നമുക്കറിയാവുന്നതുപോലെ 2 വർഷമാണ് അതിൻ്റെ പരമാവധി കാലാവധി അവർ സൂക്ഷിച്ചു വയ്ക്കേണ്ടത്. അതായത് അന്വേഷണ സംഘം ടെലികോം ദാതാക്കളോട് ഇത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ 2 വർഷം സൂക്ഷിച്ചു വയ്ക്കാനുള്ള ബാധ്യതയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആ കാലാവധി കഴിഞ്ഞു എന്നുള്ളതാണ്. മാത്രമല്ല ഇനിയിപ്പോൾ ഇതിൽ നിർണായകമായ തെളിവുകളാകാൻ സാധ്യതയുള്ള മറ്റ് ഡിജിറ്റൽ എവിഡൻസുകളാണ്. അതായത് സ്വാഭാവികമായി ഈ 2016 കാലഘട്ടത്തിലൊക്കെ എല്ലാവരും മിക്കവാറും ആൻഡ്രോയിഡ് ഫോൺ അല്ലെങ്കിൽ ഐഫോണൊക്കെയാണ് ഉപയോഗിച്ച് വരുന്നത്. ആ സമയത്ത് വാട്സപ്പും അതുപോലെ തന്നെ മറ്റ് സാമൂഹിക മാധ്യമങ്ങളും ഉപയോഗിച്ചിട്ടുണ്ടാകും. മാത്രമല്ല ഈ ടെലിഫോൺ കോളുകൾ ഈ ഡിവൈസിൽ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്.
സ്വാഭാവികമായി ഒരു കൂടിക്കാഴ്ച ഇവിടെ നടക്കുമ്പോൾ അവർ വഴി ടെലിഫോണിലുള്ള സംഭാഷണമോ അതല്ലെങ്കിൽ വാട്സപ്പ് ചാറ്റുകളോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ നിർണായകമാകും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവാണ് ഇപ്പോൾ അന്വേഷണ സംഘം നോക്കിയത്. ഈ മസ്കറ്റ് ഹോട്ടൽ പറയുന്ന തീയതിക്കകത്ത് ആ സിദ്ദിഖ് താമസിച്ചിരുന്നു എന്നുള്ളതാണ്. അത് താമസിച്ചിരുന്നു എന്ന സ്ഥിരീകരണം പോലീസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടം ഈ താമസ സ്ഥലത്ത് ഈ പറയുന്ന സമയത്ത് ഈ യുവനടി ഇവിടേക്ക് വന്നിരുന്നോ എന്നുള്ളതാണ്. അങ്ങനെ വന്നിരുന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിക്കണമെങ്കിൽ ഇനിയുള്ള, അതായത് CDR ഫോൺ വിളി വിശദാംശങ്ങൾ, ഇനി അതിൻ്റെ രേഖകൾ കിട്ടില്ല. CCTV കിട്ടാനുള്ള സാധ്യതയുമില്ല. പിന്നെ ഒന്നുള്ളത്, ഈ യുവനടിയുടെ കയ്യിൽ അതുമായി ബന്ധപ്പെട്ടുള്ള എവിഡൻസ്, ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അത് വോയിസ് റെക്കോർഡാകാം, മറ്റ് വാട്സപ്പ് ചാറ്റാകാം, അല്ലെങ്കിൽ ടെലിഫോൺ കോൾ റെക്കോർഡാവാം. അങ്ങനെ ഏതെങ്കിലും തെളിവുകൾ ആ യുവനടിയുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ്. അത് ഉണ്ട് എങ്കിൽ, അതേ ദിവസം ഇവിടെ സിദ്ദിഖ് താമസിച്ചിരുന്നു എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് ആയിട്ട് അത് മാറാനുള്ള ഒരു സാധ്യതയുമുണ്ട്. കാരണം വളരെ കൃത്യമായി ഇന്നലെ തന്നെ യുവനടി ഇത് സംബന്ധിച്ചുള്ള മൊഴി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇതൊരു നിർണായക തെളിവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിജിറ്റൽ എവിഡൻസ് ഏറെ നിർണായകമാകും. അങ്ങനെയെങ്കിൽ ഫോൺ വിളി വിശദാംശങ്ങൾ, CDR എന്നറിയപ്പെടുന്ന ഫോൺ വിളി വിശദാംശങ്ങൾ കിട്ടിയില്ല എങ്കിലും, CCTV കിട്ടിയില്ല എങ്കിലും ഈ ഡിജിറ്റൽ എവിഡൻസ് വെച്ച് പോലീസിന് മുന്നോട്ട് പോകാൻ പറ്റും. ആ കേസ് കോടതിയിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ ശക്തമായ തെളിവുകളുമായി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാനും കഴിയും. ഇനിയിപ്പോൾ പ്രധാനമായും പോലീസ് പരിശോധിക്കുക അത്തരം ഘട്ടത്തിലേക്കാണ്. ഇപ്പോൾ അന്വേഷണം തുടങ്ങി ഒരു ദിവസം കഴിയുന്നതേ ഉള്ളൂ. ആദ്യഘട്ടത്തിൽ തന്നെ സിദ്ദിഖിനെതിരായ കേസിൽ വളരെ സജീവമായി അന്വേഷണ സംഘം ഇടപെടുന്നു എന്നുള്ളതാണ് നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടത്. കണ്ടോൺമെൻറ്റ് ACP, അതായത് കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലാണ് ഈ മസ്കറ്റ് ഹോട്ടൽ നിൽക്കുന്നത്. മസ്കറ്റ് ഹോട്ടൽ നിൽക്കുന്ന